ഹരേ കൃഷ്ണ. സർവം കൃഷ്ണ അർപ്പണമസ്തു. ഇന്നത്തെ എൻ്റെ വീഡിയോ അഹസ വഴിപാടിനെ കുറിച്ചാട്ടോ. അഹസ വഴിപാട് ആർക്കും ഒരു ധാരണ ഇല്ല എന്നാണ് എനിക്കറിയാൻ പറ്റിയത്. കാരണം സത്യത്തിൽ എനിക്കും അഹസിനെ കുറിച്ച് ഒന്നും അറിയില്ല കേട്ടോ. മലയനാട് ക്ഷേത്രത്തിലുള്ള ഒരു തിരുമേനി പറഞ്ഞിട്ടാണ് ഞാൻ അഹസ് എന്നുള്ള ഒരു പേര് തന്നെ ആദ്യമായിട്ട് കേൾക്കുന്നത്. അപ്പം ഞാൻ കോഴിക്കോട് നിന്ന് തൃശ്ശൂരിലേക്ക് സെറ്റിൽ ചെയ്യുന്നു. അപ്പം ഗുരുവായൂരപ്പൻ്റെ നാട്ടിലേക്ക് വരികയല്ലേ, അപ്പം ഒരു കാര്യം ചെയ്തോളൂ, അഹസ് വഴിപാട് കൃഷ്ണന് ചെയ്തോളൂ പറഞ്ഞു. ഞാൻ ചോദിച്ചു, അഹസ് വഴിപാട് എന്തിനാണ് ചെയ്യുന്നത് എന്ന് ചോദിച്ചു. കാരണം നമുക്ക് എപ്പോഴും ഫലമാണല്ലോ പ്രാധാന്യം. അപ്പൊ തിരുമേനി എൻ്റെ അടുത്ത് പറഞ്ഞു, അഹസ് വഴിപാട് ചെയ്തോളൂ, അപ്പോൾ ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അഹസ് വഴിപാട് ചെയ്യാൻ വേണ്ടിയിട്ട് കുറെ ദിവസം ബുദ്ധിമുട്ടിട്ടോ. ഓൺലൈനിലൊക്കെ അഹസ് ചെയ്യാം, പക്ഷെ എനിക്കുള്ളൊരു സമയം ആവുന്നേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഞാൻ അഹസ് ചെയ്തു. തിരുമേനിയോട് പറഞ്ഞു ഞാൻ അഹസ് വഴിപാട് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പം തിരുമേനി എൻ്റെ അടുത്ത് പറഞ്ഞു, അഹസ് വഴിപാടിൻ്റെ ഒരു ഫലം എന്ന് പറയുന്നത് 300 മുക്കോടി ദൈവങ്ങളുടെ ഒരു അനുഗ്രഹം നമുക്ക് ഉണ്ടാവുക എന്നാണ്. കാരണം ആ ദിവസങ്ങളിൽ ഭഗവാന് കൊടുക്കണ 5 പൂജകൾക്കുള്ള ഭഗവാന് കൊടുക്കുന്ന നിവേദ്യങ്ങളെല്ലാം നമ്മൾ കൊടുക്കണ പോലെ ആകണം. അതിലൊരു ഭാഗമാവാൻ നമുക്ക് പറ്റി. അത് കേട്ടപ്പോൾ എനിക്ക് എങ്ങനെയാണ് ഞാൻ ഭഗവാനോടും തിരുമേനോടും നന്ദി പറയേണ്ടത് എനിക്ക് മനസ്സിലായില്ല. സത്യം പറയുകയാണെങ്കിൽ ഒന്ന് ഓർത്തു നോക്കി, നമ്മൾ ഭഗവാന് നിവേദ്യങ്ങൾ കൊടുക്കുന്നത്, അതും ഈ രാവിലെ തൊട്ട് വൈകുന്നേരം വരെയുള്ള പൂജകൾക്ക്, വലിയൊരു ഭാഗ്യല്ലേ. ഇനി അഹസ വഴിപാട് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്ക് നോക്കാം. ഗുരുവായൂർ ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടിൽ ഒന്നാണ് അഹസ വഴിപാട്. ശ്രീ ഗുരുവായൂരപ്പന് ദിവസേന 5 പൂജകളാണുള്ളത്. ഈ 5 പൂജകൾക്കുമുള്ള നിവേദ്യങ്ങൾ അഹസ ചീട്ടാക്കിയ ഭക്തന്റെ വകയായി നിവേദിക്കാവുന്നതാണ്. ഒന്ന് ആലോചിച്ച് നോക്കിക്കുക, ഒരു ദിവസത്തെ വഴിപാടിൽ നമ്മൾ ഭഗവാന് നിവേദ്യങ്ങൾ കൊടുക്കുന്നു. ഹരേ കൃഷ്ണ, ഇതൊരു ഭാഗ്യല്ലേ. അന്നേ ദിവസം രാവിലെ മുതൽ രാത്രി വരെയുള്ള പൂജകളിൽ നമ്മൾ ദർശനം നടത്തുകയും രാത്രി നിവേദ്യങ്ങളെല്ലാം വാങ്ങി മടങ്ങുകയും ചെയ്താൽ ബാക്കിയെല്ലാം ഗുരുവായൂരപ്പൻ നോക്കിക്കോളും. ഉദയാസ്തമന പൂജ ചെയ്യാൻ എല്ലാവർക്കും കഴിയില്ലല്ലോ. അതിന്റെ ഒരു ഭാഗമായി നമുക്ക് അഹസ വഴിപാടിനെ പറയാമെന്ന് പറയുന്നു. ഏകദേശം 3000 രൂപയാണ് വഴിപാടിന്റെ തുക. ഒരു ദിവസം മുന്നേ ഈ വഴിപാട് ചീട്ടാക്കാവുന്നതാണ്. ഓൺലൈൻ വഴി ചെയ്യാൻ പറ്റും, എങ്കിലും നമ്മൾ തന്നെ പോയി അല്ലെങ്കിൽ ആരെങ്കിലും വിട്ട് നമ്മൾ വഴിപാട് ചീട്ടാക്കാവുന്നതാണ്. നമ്മളുടെ പേരും നാളും പറഞ്ഞാൽ മതി. വഴിപാട് ദിവസം 3 നേരത്തും തൊഴാൻ കഴിഞ്ഞാൽ വലിയ ഭാഗ്യാട്ടോ. അപ്പം 3 നേരവും നമ്മൾ തൊഴുതിട്ട് പ്രസാദമൊക്കെ നമുക്ക് 8 മണിക്ക് ശേഷമാണ് പ്രസാദമൊക്കെ കിട്ടുക. അപ്പം അതൊക്കെ വാങ്ങിയിട്ട് നമുക്ക് വീട്ടിലേക്ക് പോകാവുന്നതാണ്. ഫലം എന്താന്ന് ചോദിച്ചാൽ കാര്യസാധ്യം, തൊഴിൽ തടസ്സം മാറുന്നു എന്നൊക്കെ എല്ലാവരും പറയുന്നുണ്ട്. ഈ വഴിപാടിന് ഭക്തര് കൂടുതലും നമ്മൾ കാര്യസാധ്യത്തിന് വേണ്ടിയിട്ടാണല്ലോ പല വഴിപാടുകളും ചെയ്യുന്നത്. എല്ലാം നമ്മുടെ മനസ്സിന്റെ നന്മയും പ്രാർത്ഥനയും പോലെ തന്നെ ഭഗവാൻ അനുഗ്രഹിക്കും. പിന്നെ ഇതിന് കിട്ടുന്ന പ്രസാദങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ പാൽപ്പായസം, നെയ്പായസം, വെള്ള നിവേദ്യം, അപ്പം, അട, കളഭം, ആടി, എണ്ണ, പഴം, പഞ്ചസാര, വെണ്ണ, തിരുമുടിമാല, ത്രിമധുരം എന്നിങ്ങനെ കുറേ പ്രസാദങ്ങൾ ഉണ്ട് കേട്ടോ. അപ്പവും അടയും രാത്രിയിലാണ് കിട്ടുക. പിന്നെ തിരുമുടിമാലയൊക്കെ ഭഗവാന് ചാർത്തിയ തിരുമുടിമാലയൊക്കെ അല്ലേ. ഞാൻ ഇപ്രാവശ്യം എനിക്ക് കിട്ടിയപ്പോൾ ഞാനത് ഇവിടെയുള്ള എൻ്റെ പൂജാമുറിയിൽ എൻ്റെ കൃഷ്ണന് അത് ചാർത്തി കൊടുത്തു. 2 ദിവസം കൃഷ്ണന്റെ അടുത്ത് തന്നെ അതിരുന്നു. പിന്നെയാണ് ഞാൻ അതെടുത്ത് മാറ്റിയത്. ഈ പ്രാവശ്യത്തെ ഗുരുവായൂർ ഏകാദശി ഞാൻ ശരിക്കും അങ്ങോട്ട് ആഘോഷിച്ചു കേട്ടോ. കാരണം അന്നത്തെ ദിവസം ഫുൾ ടൈം ഞാൻ ഗുരുവായൂരിൽ ഉണ്ടായിരുന്നു. പിന്നെ അത് മാത്രമല്ല, അഹസ വഴിപാട് ചെയ്ത് ഭഗവാൻ അത്രയും നിവേദ്യങ്ങൾ 3 നേരവും കൊടുക്കാൻ കഴിഞ്ഞു. അതൊക്കെ എനിക്ക് വലിയൊരു ഭാഗ്യമായിട്ട് തന്നെ കേട്ടോ ഞാൻ അതിനെ കാണുന്നത്. അത് മാത്രമല്ല, എൻ്റെ കുട്ടികളൊക്കെ ഏകാദശി എടുത്തു, അവരുടെ ഹസ്ബൻഡ് ഏകാദശി എടുത്തു. ലണ്ടനിലുള്ള മോളുടെ ഹസ്ബൻഡ് ഭയങ്കര ഭക്തി കുറവുള്ള ആളാട്ടോ. അങ്ങനെ ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ ആൾക്ക് തീരെ ഭക്തി ഉണ്ടായിരുന്നില്ല. പക്ഷേ പുള്ളി പോലും എടുത്തിട്ട് എനിക്ക് മെസ്സേജ് ഇട്ടു, ഞാൻ ഏകാദശി എടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ എൻ്റെ കുട്ടികൾക്ക് കൊടുക്കുന്ന സമ്പാദ്യം ഭക്തി തന്നെയാണ് കേട്ടോ. കൊച്ചുമക്കൾക്കാണെങ്കിലും എല്ലാം
ദൈവത്തിനോട് എത്രത്തോളം അടുക്കാൻ പറ്റുമോ അത് അവരിൽ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയൊരു കാര്യം. കാരണം എന്താ വെച്ചാൽ ദൈവഭയം ഉണ്ടാവുമ്പം മനസ്സിലൊരു കരുണയൊക്കെ ഉണ്ടാവും. അപ്പൊ കൂടുതൽ തെറ്റുകളിലേക്കൊന്നും നമ്മുടെ കുട്ടികൾ പോവില്ല. അപ്പം അതുകൊണ്ട് ഈ പ്രാവശ്യത്തെ ഏകാദശി എനിക്ക് ഭയങ്കര അനുഗ്രഹം കിട്ടിയ ഒരു ഏകാദശിയാണ്. അപ്പം നിങ്ങളെല്ലാവരും ഈ വഴിപാടൊക്കെ ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യണം. എല്ലാവർക്കും ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ഉണ്ടാവും. പിന്നെ എൻ്റെ ഈ വീഡിയോസ് നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. തെറ്റുകൾ എന്ത് സംഭവിച്ചാലും നിങ്ങൾ കമൻറ്റ് ചെയ്യണം. എന്തെങ്കിലും തെറ്റുകൾ സ്വാഭാവികമായിട്ട് നമുക്ക് വരും. എല്ലാം നമ്മൾ പഠിച്ചു വരുന്നല്ലേ ഉള്ളൂ. നമ്മൾ കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുമ്പോൾ തെറ്റുകൾ എന്തായാലും വരും. അപ്പോൾ നിങ്ങളെല്ലാവരും എന്നോട് ക്ഷമിക്കുക, എന്നിട്ട് അത് തിരുത്തി തരിക. അപ്പം എല്ലാവർക്കും ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ.